നമസ്കാരം. സുനിത കുക്കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി രുചിയിലൊരു ഉണക്കമീൻ അച്ചാറിട്ടാലോ? അപ്പം നമുക്ക് എങ്ങനെയാണ് ഞാൻ ഉണക്കമീൻ അച്ചാറിടുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്രാവ് മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു മണിക്കൂർ സമയത്തോളം ഞാനിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് എൻ്റെ ഉപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ സമയം വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പൊട്ടും ചേർത്തിട്ടില്ല, നല്ല ഉപ്പുള്ള മീനാണ്. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു മീൻ. അപ്പം ഞാൻ ഈ പാനങ്ങ് മാറ്റും കേട്ടോ. ഇതാ കണ്ടോ, ഇതിൻ്റെ അടിയിൽ ഇത് പിടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പാൻ മാറ്റി വേറെ പാൻ വെക്കില്ലേ. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ ആയ മീനിന് കോരിയെടുക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പാനിൽ പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് പിന്നെ വെച്ചത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത്. ഇനി ആ ബാക്കിയുള്ള ഈ പൊടി ഇതുണ്ടല്ലോ, ഇത് കളയുന്നില്ല. ഇത് നമുക്ക് അവസാനം നമ്മുടെ മീനച്ചാറിൽ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് പൊടിഞ്ഞു പോവുകയില്ല, അടുക്കി പിടിക്കുക അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഈ വലിയ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് അങ്ങ് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം, എങ്കിലേ എല്ലാ സൈഡും വെന്ത് വരുള്ളൂ. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. അപ്പം ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിങ്ങ് കോരിയെടുക്കാം. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് സ്റ്റീലിൻ്റെ സ്പാച്ചിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരു 2-3 ബാച്ചായിട്ടാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. ഇത്ര കൂടെ ബാക്കിയുണ്ട്, ഇതുകൂടെയും ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഒരല്പം വെളിച്ചെണ്ണയുടെ കുറവുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെന്താണെന്നല്ലേ, ഇത് നമ്മൾ മസാലയൊക്കെ പുരട്ടുമ്പോഴത്തേക്ക് കുറച്ച് മീനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകുമല്ലോ, അത് ഞാൻ എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ആദ്യം ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് സെപ്പറേറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൂടെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തു. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് ഞാൻ നേരത്തെ എടുത്ത അതേ പാൻ തന്നെയാണ് കേട്ടോ. അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, എള്ളെണ്ണ. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. ഒരു 2 നുള്ളു ഉലുവ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ക്ലിപ്പ്. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. വെളുത്തുള്ളി അതങ്ങ് ചേർത്ത് കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാകും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. പച്ചമുളക് ഒരു 10 പച്ചമുളകുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുത്തു. ഉണക്കമീൻ അച്ചാറാണെങ്കിലും അല്ല നമ്മൾ സാധാ പച്ചമീൻ അച്ചാറാണെങ്കിലും ഞാൻ കുറച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കും. നന്നായിട്ടത് വഴണ്ട് വരണം, അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ അച്ചാർ കേടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പച്ചമുളക് ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. ഇതൊക്കെ ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2-3 നുള്ള് കായപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മീൻ ചേർക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിക്കാം. അതായത് മസാലയൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴും വേണമെങ്കിൽ നമുക്ക് വിനാഗിരി ചേർക്കാം, അല്ല ഇനി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊടിയില്ലേ മീൻ്റെ, അതങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഉപ്പ് ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ലതുപോലെ ഉപ്പുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിക്കുകയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. കുറച്ചൊന്ന് കുഴഞ്ഞ് ഒരു അല്പ ഗ്രേവി ആയിട്ടിരിക്കണമെങ്കിൽ മാത്രം ഈ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ, അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. ടാറ്റാ.